ഞാൻ ദൈവത്തിൽ വിശ്വസിക്കാറില്ല. പക്ഷേ ഞാൻ അച്ഛനെ വിശ്വസിക്കാറുണ്ടായിരുന്നു. അയ്യോ, ഈ വീട്ടിൽ നടക്കുന്ന കൊള്ളരുതായ്മകൾക്ക് അച്ഛൻ കൂട്ടു നിൽക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. എപ്പോഴാ അച്ഛൻ ഈ മാറ്റം തുടങ്ങിയത്? നന്ദിനി തെറ്റ് ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ അച്ഛൻ അവിശ്വസിക്കാൻ തോന്നിയത്? നന്ദിനി സ്വന്തം ഇഷ്ടത്തിനാണോ വീട്ടിൽ നിന്നത്? ആണോ അച്ഛ? അച്ഛൻ അപേക്ഷിച്ചതല്ലേ അവളോട്? അന്ന് മുതൽ ഇന്ന് വരെ കണ്ണീരല്ലാതെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അവക്ക്? അച്ഛന്റെ കൺമുമ്പിലല്ലേ ഇതൊക്കെ സംഭവിക്കുന്നത്? എന്നിട്ട് എങ്ങനെ അച്ഛൻ അവളെ തള്ളി പറയാൻ തോന്നുന്നേ?